ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയ നടി ഹണി റോസ്. അശ്ലീല അധിക്ഷേപങ്ങൾക്കെതിരെ എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് നടി പരാതി നൽകിയത്. രാജ്യത്തെ നിയമവ്യവസ്ഥയിൽ വിശ്വസിക്കുന്നുവെന്നും നടി പറഞ്ഞു. നവമി ദിനേശ് വിവരങ്ങളുമായി ചേരുന്നു. നവമി, ബോബി ചെമ്മണ്ണൂരിനെതിരെ നേരിട്ട് പരാതിയിലേക്ക് കടക്കും എന്ന് ഇന്നലെ തന്നെ ന്യൂസ് 18 തന്നെ പ്രതികരിച്ചിരുന്നതാണ് ഹണി. എന്തെല്ലാം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഈ പരാതി നൽകിയിരിക്കുന്നത്? സമൂഹ മാധ്യമങ്ങളിൽ തനിക്കെതിരെ വലിയ തരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഉണ്ടായ സാഹചര്യത്തിൽ ഹണി റോസ് പരാതി നൽകിയിരുന്നു. അതുണ്ടായത് ഒരു വ്യവസായ പ്രമുഖൻ തന്നോട് നേരിട്ട് ഒരു ചടങ്ങിൽ വെച്ച് മോശമായി സംസാരിച്ചതിനു ശേഷമാണ് എന്നുള്ള പരാതിയും ഉന്നയിച്ചിരുന്നു. നവമി ദിനേശ് ചേരുന്നു. നവമി, നേരത്തെ തന്നെ ബോബി ചെമ്മണ്ണൂരിനെതിരെ നേരിട്ട് പരാതിയുമായി മുന്നോട്ട് പോകുമെന്നുള്ള പ്രതികരണം തന്നെയാണ് ഇന്നലെയും ഹണി റോസ് നൽകിയത്. എന്തെല്ലാം പരാതിയാണ് നൽകിയിരിക്കുന്നത്? അപർണ, അല്പസമയം ഹണി റോസ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ഇക്കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നത്. സെൻട്രൽ പോലീസിനാണ് പരാതി നൽകിയത്. ഇന്നലെ ന്യൂസ് 18 ഹണി റോസ് പ്രതികരിച്ചിരുന്നു. അപർണയുടെ തന്നെ ചർച്ചയിലായിരുന്നു ഹണി റോസ് ഇക്കാര്യം ആദ്യമായി പറഞ്ഞത്. ഇത്തരത്തിൽ തനിക്കെതിരെ ഒരു വ്യവസായ പ്രമുഖൻ തനിക്കെതിരെ അപമര്യാദയായി പെരുമാറുന്നുണ്ട്, തന്നെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്ന ദ്വയാർത്ഥ പ്രയോഗം നടത്തുന്നു എന്നൊക്കെ ഇതിനോടകം തന്നെ ഹണി റോസ് പറഞ്ഞിരുന്നു. അപ്പോൾ അപർണയോട് തന്നെ ഇക്കാര്യം വ്യക്തമാക്കിയതുമായിരുന്നു. ഉടനെ തന്നെ ആ പേര് താൻ പുറത്തുവിടുമെന്ന്. എന്തായാലും ഹണി റോസ് തന്റെ സോഷ്യൽ മീഡിയയിലും ആ പേര് പുറത്തുവിട്ടിരിക്കുകയാണ്. ബോബി ചെമ്മണ്ണൂരിനെതിരെയാണ് ഇപ്പോൾ സെൻട്രൽ പോലീസിന് പരാതി നൽകിയത്. ആദ്യം ഹണി റോസ് പുറത്തുവിട്ട പോസ്റ്റിലും ഇക്കാര്യം വ്യക്തമാക്കുന്നുണ്ട്. ദ്വയാർത്ഥ പ്രയോഗം നടത്തി തന്നെ പല രീതിയിലും സോഷ്യൽ മീഡിയയിലും മറ്റ് യൂട്യൂബ് ചാനലുകളിലും ഇന്റർവ്യൂ നൽകിയും ഒക്കെ തന്നെ വളരെ രീതിയിൽ മോശമായി ചിത്രീകരിക്കുന്നുണ്ട്. പലതവണ താൻ അതിൽ നിന്നും ഒഴിഞ്ഞു മാറിയിട്ടും ഇത് ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് ഒരു പരാതിയുമായി മുന്നോട്ട് വരാൻ കാരണമെന്ന് കൂടിയാണ് ഹണി റോസ് വ്യക്തമാക്കുന്നത്. എന്തായാലും ഇന്നലെ വൈകുന്നേരമാണോ ഹണി റോസ് ഈ പരാതി നൽകിയതെന്ന് കുറച്ചുകൂടി വ്യക്തമാകേണ്ടതുണ്ട്. എന്തായാലും പോലീസ് ഇതിലൊരു വിശദീകരണം നൽകിയിട്ടില്ല. പോലീസ് ഇനി എന്താണ്, ഏതൊക്കെ വകുപ്പുകൾ പ്രകാരമാണ് കേസ് എടുത്തിരിക്കുന്നതെന്ന് നമുക്കിനി അറിയേണ്ടതുണ്ട്. കഴിഞ്ഞ ദിവസം അറസ്റ്റിലായ വ്യക്തിക്കെതിരെ BNS-ലെ വിവിധ വകുപ്പ്, സ്ത്രീകളെ അപമാനിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളും ഒപ്പം IT വകുപ്പും ചുമത്തിയായിരുന്നു അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ആ വകുപ്പുകൾ തന്നെയാണോ ബോബി ചെമ്മണ്ണൂരിനെതിരെയും ചുമത്തിയിരിക്കുന്നതെന്ന് നമുക്ക് അറിയേണ്ടതുണ്ട്. എന്തായാലും അല്പസമയം മുമ്പാണ് ഹണി റോസ് തന്റെ സോഷ്യൽ മീഡിയയിലൂടെ ബോബി ചെമ്മണ്ണൂരിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് ബോബി ചെമ്മണ്ണൂരിനെതിരെ സെൻട്രൽ പോലീസിന് പരാതി നൽകിയിട്ടുണ്ടെന്നൊരു കുറിപ്പ് ഇട്ടത്. റൈറ്റ്. ഏതായാലും എന്തുകൊണ്ട് വ്യവസായ പ്രമുഖന്റെ പേര് പുറത്തുവിടുന്നില്ല എന്നുള്ള ചോദ്യത്തിന് ഏതായാലും അത് നിയമവിദഗ്ധരുമായി ആലോചിക്കുകയാണ്. വളരെ പെട്ടെന്ന് അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് ഹണി റോസ് പറഞ്ഞത്. ഏതായാലും എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ ബോബി ചെമ്മണ്ണൂരിനെതിരെ പരാതി നൽകിയിരിക്കുന്നു. ഹണിയുടെ പരാതിയിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്ന് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയും പറഞ്ഞു. 20 പേരെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയെന്നും കമ്മീഷണർ പറഞ്ഞു. അപ്പോൾ അവരുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ നമ്മൾ കേസ് എടുത്തിട്ടുണ്ട്. അതിനകത്ത് 30ഓളം ആൾക്കാരാണ് ഇങ്ങനെ ഒരു തെറ്റായ രീതിയിലുള്ള കമന്റ് ഇട്ടത്. ഒരാളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ബാക്കി 20ഓളം ആൾക്കാരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്ത് കഴിഞ്ഞു. നടപടി അവരിലേക്ക് ഉണ്ടാവും.